വെറുതെ ബൈബിൾ എടുത്ത് സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു സാധാരണ സുവിശേഷകനെ കൊണ്ട് ഇന്ന് ഈ നാളുകളിൽ ആത്മാക്കളെ നേടുവാൻ, ദൈവരാജ്യത്തിന്റെ വേല ചെയ്യുവാൻ, വിജയകരമായി ചെയ്യുവാൻ കഴിയുകയില്ല. ദൈവശക്തിയോടുകൂടെ, പരിശുദ്ധാത്മ നിറവിൽ, പരിശുദ്ധാത്മ ശക്തിയോടുകൂടെ നിൽക്കുന്നവർക്ക് മാത്രമേ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ കർത്താവിന്റെ നാമത്തിൽ എന്തെങ്കിലും ചലിപ്പിക്കാൻ കഴിയുകയുള്ളൂ. വെറുതെ വചനം പ്രസംഗിച്ചതുകൊണ്ട്, ബുദ്ധിയിൽ വചനം പ്രസംഗിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല. ശക്തി വെളിപ്പെടണം. ഭക്തിയുടെ വേഷം പോരാ, ശക്തിയുടെ പ്രദർശനം ഉണ്ടാകണം. ആത്മശക്തിയുടെ, പരിശുദ്ധാത്മ ശക്തിയുടെ ഒരു പ്രദർശനം ഉണ്ടാകണം. അതിന് ആരാധിക്കുന്ന മക്കൾ വേണം, സ്തുതിക്കുന്ന മക്കൾ വേണം, കാത്തിരിക്കുന്ന ദൈവമക്കൾ വേണം, അന്യഭാഷകൾ പറഞ്ഞ് സഞ്ചരിക്കുന്ന ദൈവമക്കൾ വേണം. ഏത് രാജ്യങ്ങളിലായിരിക്കുന്നുവോ ആ രാജ്യങ്ങളിൽ കർത്താവിനെ സ്തുതിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ചലിപ്പിക്കുന്ന ഒരു വ്യക്തിയായി നീ മാറ്. സഞ്ചാരങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ, യാത്രകളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ, സ്തുതിയിൽ, ആരാധനയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. കർത്താവിന്റെ കരം ചലിക്കട്ടെ. ഭൂമിയിൽ ഒരു വലിയ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരുവാൻ, കർത്താവിന്റെ രാജ്യം വരുവാൻ, കർത്താവിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നിറവേറുവാൻ